ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ അതായത് നമ്മുടെ ശരത്തും അതുപോലെ തന്നെ ആരതിയും കൂടി എന്താണ് ഇനി അടുത്ത പ്ലാനിങ്ങിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരതിയാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇതത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ല. കാരണം അഞ്ജു നമ്മളെങ്ങോട്ടാണ് പോയതെന്ന് അവൾ ചോദിച്ചത് കണ്ടില്ലേ? അവൾ നമ്മളെങ്ങോട്ടാണ് പോയതെന്നുള്ളത് കറക്റ്റായിട്ട് വാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മാനിക്യൂനും അവൾ ആ ഒരു പാക്കറ്റിൽ എന്താണെന്നുള്ളത് സംശയിച്ചിട്ടിരിക്കുകയായിരിക്കും അഞ്ജു എന്ന രീതിയിലൊക്കെ നമ്മുടെ ആരതി പറയുന്നുണ്ട്. ആ സമയത്ത് ശരത്താണെങ്കിൽ അവൾ അത്ര ബുദ്ധിമതിയൊന്നുമല്ല, എന്തായാലും നമ്മളത് മാനിക്യൂനാണെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ, അതിൽ കൂടുതൽ ഇനി എന്ത് സംസാരിക്കാനാ, അവളൊന്നും തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്ന് പറയുന്നു. പക്ഷേ ശരത്തേട്ടാ സൂക്ഷിക്കണം, കാരണം എന്തെങ്കിലും ഒരു സംശയം വീണ് പെട്ടാൽ പിന്നെ ഒരു രക്ഷയുണ്ടാവില്ല എന്നൊക്കെ ആരതി ശരത്തിനോട് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ പിന്നീട് അഞ്ജുവിൻ്റെ ജോലി ഇപ്പോൾ ഏകദേശം പോയ ലെവലാണ്. കാരണം ഒരുപാട് ദിവസം അഞ്ജു ലീവ് എടുത്തു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ജോലി പോകുന്നുള്ള കാര്യം അഞ്ജു വിചാരിച്ചിട്ടില്ല. കാരണം 4 ദിവസത്തിൽ കൂടുതൽ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ ആ ജോലി നഷ്ടപ്പെടുമെന്ന് തന്നെയാണ് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് അഞ്ജു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ സമയത്ത് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശരത്തും ആരതിയും കൂടിയും വരുന്നുണ്ട്. ശിവ വർഷയ്ക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയുന്നു. ചില സമയത്ത് ഞാൻ വിചാരിക്കും അവൾ ചെറുതായിട്ട് ഇണങ്ങുന്നുണ്ടോ എന്ന്. പക്ഷേ പിന്നീട് അത് എൻ്റെ തോന്നൽ മാത്രമാണെന്നുള്ളത് പിന്നീട് മനസ്സിലാവും. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട, കാരണം എത്രയും പെട്ടെന്ന് വർഷ സുഖം പ്രാപിക്കുക, ഇപ്പോൾ ചികിത്സകൾ തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പറയുന്നു. പിന്നെ അഞ്ജു എന്താ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നു കേട്ടോ. ആ സമയത്ത് അത് പിന്നെ അവളുടെ ജോലി ഇപ്പോൾ ഏകദേശം നഷ്ടപ്പെട്ട ലെവലാണ് കാണുന്നത് എന്ന് പറയുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എനിക്കിപ്പോൾ ഒരു ജോലി അത്യാവശ്യമാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ വർഷയുടെ വേക്കൻസിയില്ല, ഫുഡീസി കമ്പനിയിൽ വർഷയുടെ വേക്കൻസി ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയല്ലേ, അതിൽ ജോയിൻ ചെയ്തുകൂടെ അഞ്ജുനെന്ന് ചോദിക്കുന്നുണ്ട്. അത് കിട്ടുമെന്ന് അറിയില്ലല്ലോ, ഏത് ജോലി ചെയ്യാനും എനിക്ക് മടിയൊന്നുമില്ല എന്ന് പറയുന്നു. എന്നാൽ അവിടുത്തെ മാനേജറിനെ എനിക്ക് പരിചയമുണ്ട്, ഞാൻ ഇപ്പോൾ തന്നെ വിളിച്ചിട്ട് അത് സെറ്റാക്കി തരാമെന്ന് പറയുന്നു. അങ്ങനെ ശരത്ത് ആ മാനേജറിനെ വിളിച്ചതിന് ശേഷം തന്നെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ വർഷയുടെ വേക്കൻസി ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അതിൽ പുതിയൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, അഞ്ജു അവളെ നിയമിക്കണമെന്ന് പറയുന്നുണ്ട്. തീർച്ചയായും പറയുകയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം മുതൽ നമ്മുടെ അഞ്ജു വർഷയുടെ വേക്കൻസിയിൽ ഫുഡ് എ സി കമ്പനിയിൽ ജോലി ചെയ്യാനായിട്ട് പോകാനായിട്ട് ഒരുങ്ങുന്നു. പെട്ടെന്ന് വിവേക് വരുന്നുണ്ട് കേട്ടോ. വിവേകാണെങ്കിൽ എന്താ എല്ലാവരും കൂടി ഒത്തിണങ്ങി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേനും അത് പിന്നെ നമ്മുടെ അഞ്ജുവിൻ്റെ ആ പഴയ ജോലി പോയി. പക്ഷേ ശരത്തേട്ടൻ പറഞ്ഞിട്ട് ഫുഡ് ഈസി കമ്പനിയിൽ നമ്മുടെ വർഷയുടെ വേക്കൻസി ഉണ്ടായിരുന്നല്ലോ, അതിൽ അഞ്ജുവിനൊരു ജോലി കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത് നല്ല കാര്യമാണല്ലോ എന്ന് വിവേകം പറയുന്നുണ്ട്. എന്നാൽ പിന്നെ അഞ്ജു ഇറങ്ങാനായിട്ട് നോക്കുമെന്ന് പറയുന്നു. അങ്ങനെ അഞ്ജു പോകുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് പിന്നീട് അവിടുത്തെ മാനേജറിനെ കണ്ട് സംസാരിക്കുന്നുണ്ട്, അഞ്ജുവിനോട് സംസാരിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ഫുഡ് ഡെലിവറി ചെയ്യണം, അതായത് പിന്നെ ഫോൺ ഓഫ് ചെയ്യരുത്, അങ്ങനത്തെ കുറച്ച് നിബന്ധനകൾ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വർഷ ഇതെല്ലാം പാലിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അവളെ എനിക്ക് അധികം വഴക്ക് പറയേണ്ട അവസ്ഥ വന്നിട്ടില്ല. അവൾ എല്ലാവരോടും നല്ല രീതിക്ക് മാത്രമാണ് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ഫുഡ് കൊണ്ടുപോകും ലേറ്റ് ആവുകയാണെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് ചിലപ്പോൾ വഴക്ക് കേട്ടുവന്നിരിക്കും. പക്ഷേ നമ്മൾ ചിരിച്ചുകൊണ്ട് അവരോട് സോറി തന്നെ പറയണം, ദേഷ്യപ്പെടാനോ ഒന്നിനും പാടില്ല. പിന്നെ വർഷയ്ക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. വർഷയുടെ കാര്യം അങ്ങനെ പറയുന്നുണ്ട് അഞ്ജു കേട്ടോ. എന്തായാലും വർഷ നല്ല കുട്ടിയാണ്, ഞാൻ അവളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അവൾ നല്ല ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നൊരു കുട്ടിയായിരുന്നു. പിന്നെ ഇത് വർഷയ്ക്ക് ചികിത്സയ്ക്കും മറ്റും ഇരിക്കട്ടെ, ഇത് ഫുഡ് ഈസിയുടെ വക വർഷയ്ക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഒരു ചെക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അഞ്ജു രാവിലെ വന്നാൽ മതിയെന്ന് പറയുന്നു. അങ്ങനെ അഞ്ജുവിനെ മടക്കി അയക്കുന്നു കേട്ടോ. അമ്പലത്തിൽ പോയിട്ടുള്ള വിവേകാണെങ്കിലോ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ തിരുമേനി വരുന്നുണ്ട്. തിരുമേനി ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് വർഷയ്ക്കെന്ന് ചോദിക്കുമ്പോഴത്തേനും വർഷയ്ക്കിപ്പോൾ ഒരു മാറ്റമില്ല തിരുമേനി എന്ന് പറയുന്നു. എത്രയും പെട്ടെന്ന് ആ കുട്ടിയുടെ രോഗം മാറട്ടെ, പിന്നെ നമ്മൾ ഈ ചികിത്സ മാത്രം നടത്തിയാൽ പോരാ, ദൈവത്തിൻ്റെ ആ ഒരു മഹാവൈദ്യൻ്റെ കൂടെ അനുഗ്രഹം വേണം. അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്, വർഷയ്ക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യാം, എന്തായാലും ആ കുട്ടിക്ക് വേണ്ടി ഒരു ശയന പ്രദക്ഷിണം ഇവിടെ നടത്തണമെന്ന് പറയുന്നു. തീർച്ചയായും അവൾക്ക് വേണ്ടി ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിവേകാണെങ്കിലോ അവിടെ ശയന പ്രദക്ഷിണം നടത്തുകയാണ് കേട്ടോ. അങ്ങനെ ഭഗവാനോടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര നന്നായിട്ട് തന്നെ ചെയ്തോ എന്ന് തിരുമേനി ചോദിക്കുന്നു. തീർച്ചയായും ഇടയ്ക്കൊക്കെ ശരീരം ഒന്ന് തളർന്നു പോയിന്നുണ്ട്, പക്ഷേ എന്നാലും ഞാനത് പൂർത്തീകരിച്ചു എന്ന് പറയും. എന്തായാലും ആ കുട്ടിയുടെ അസുഖം എത്രയും പെട്ടെന്ന് മാറട്ടെ. അങ്ങനെ മാറിയാൽ ആ കുട്ടിയെയും കൊണ്ട് വന്ന് ഇവിടെ
എന്തായാലും അടിപ്രദക്ഷിണം കൂടി വെക്കണം കേട്ടോ എന്ന് പറയുന്നു. തീർച്ചയായിട്ടും അവളുടെ അസുഖം മാറി ഞാൻ ഉടനെ തന്നെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറയുന്നു. എത്രയും പെട്ടെന്ന് മാറുമെന്ന് പറയാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം അഞ്ജു ജോയിൻ ചെയ്യാൻ പോവാണ് ഫുഡീസി കമ്പനിയിൽ. അങ്ങനെ വർഷയുടെ യൂണിഫോം തന്നെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം തന്നെ വർഷയുടെ അടുത്ത് നിന്നിട്ട് പറയുന്നുണ്ട്, നീ എങ്ങനെയുണ്ടടി, എന്നെ കാണാൻ ഒന്ന് നോക്കിടി എന്നൊക്കെ പറയുന്നു. വർഷയുടെ കൈയൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ കൈയിനൊന്നും ഇപ്പോൾ ചലനം ഇല്ലല്ലോ. നിൻ്റെ യൂണിഫോമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, ഇതിടുമ്പോൾ നിൻ്റെ അതേ മണം ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അഞ്ജു. ആ സമയത്ത് വർഷയാണെങ്കിലോ ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കുവാണ്. നീ എന്താ അഞ്ജു ഈ പറയുന്നത്, നീ എണീറ്റ്. അല്ലടി, ആ മാനേജറിനെ കുറിച്ച് ഇവളിങ്ങനെ പറയുമായിരുന്നല്ലോ, പക്ഷേ ഇവളെ ഒത്തിരി ഇഷ്ടമായിരുന്നു അയാൾക്ക്. അതുകൊണ്ട് തന്നെ ഇവളെക്കുറിച്ച് നല്ലത് മാത്രമേ അവർ പറയുന്നുണ്ടായിരുന്നുള്ളൂ. ചൊറിയൻ മാനേജറിനെ കുറിച്ച് എപ്പോഴും ഇവിടെ പറയാറില്ലേ, അയാളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നതെന്നൊക്കെ അഞ്ചു പറയുക കേട്ടോ. എന്തായാലും ഞാൻ പോട്ടെ, നീയല്ലേ എന്നോട് പറയുന്നത് കറക്റ്റ് ടൈമിൽ ഫുഡ് ഡെലിവറി ചെയ്യണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ കറക്റ്റ് ടൈമിൽ കൊടുത്തോളാം. പിന്നെ ആരെങ്കിലും എന്നെ വഴക്ക് പറയുകയാണെങ്കിൽ പോലും ഞാൻ തിരിച്ചൊന്നും പറയില്ല വർഷ എന്ന് പറയുന്നുണ്ട്. നിൻ്റെ ഈ ജോലി ഞാൻ ആത്മാർത്ഥമായി തന്നെ ചെയ്യുമെന്ന് പറയുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ സമയത്ത് ഇവരെല്ലാവരും കൂടി ചിന്തിക്കുന്നത് വർഷ ആദ്യമായി ജോലിക്ക് പോകുന്ന ആ യൂണിഫോം ഒക്കെ ഇട്ടിട്ടുള്ള രംഗമാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ്. അവൻ എല്ലാവരും കൂടി അവളെ യാത്ര അയക്കുന്നതും ഫസ്റ്റ് സാലറി കിട്ടുമ്പോൾ ഞങ്ങൾക്കൊക്കെ ചിലവ് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അതൊക്കെ ഓർമ്മ വന്നു. ഈ അഞ്ജു ആണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അവളുടെ കാര്യം ഓർത്തിട്ട് വളരെയധികം സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് അഞ്ജു. അഞ്ജു നീ എണീറ്റേ, ഒരു കുഴപ്പവും ഉണ്ടാവില്ല, നന്നായിട്ട് എന്നെ സൂക്ഷിച്ചും കണ്ടിട്ടൊക്കെ വണ്ടിയിൽ യാത്ര ചെയ്യണം കേട്ടോ എന്ന് ശിവയും അഭിയും കൂടി മാറി മാറി തന്നെ നമ്മുടെ അഞ്ജുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. മറ്റുള്ള എല്ലാ പെൺകുട്ടികളെക്കാളും വളരെ ദുർബലമായിട്ടുള്ളൊരു മനസ്സാണ് കേട്ടോ അഞ്ജുവിൻ്റേത്. പെട്ടെന്ന് അവൾക്ക് ധൈര്യം കുറവാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും വിഷമം മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് അഞ്ജുവിനോട് കൂടുതൽ ധൈര്യം എല്ലാവരും കൊടുക്കുന്നത്. പക്ഷേ ശരത്താണെങ്കിലോ ഇതൊരു മുതലെടുക്കാനുള്ള പരിപാടിയാണ്. കാരണം ഇങ്ങനെ ഫുഡീസി കമ്പനിയിലേക്ക് ഫുഡ് കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന അഞ്ജുവിൻ്റെ കയ്യിൽ ഇവർക്ക് ആ പാഴ്സൽ കൊടുത്തു വിടാലോ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ കാര്യവും നടക്കും, അഞ്ജുവിൻ്റെ കാര്യവും നടക്കും എന്നുള്ളത് ശരത്തിന് നന്നായിട്ട് തന്നെ അറിയാം. അങ്ങനെ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് കേട്ടോ ആരതിയും ശരത്തും ഈ ഒരു കാര്യത്തിൽ അവളെ നയിക്കുന്നത് കേട്ടോ. അതിനുശേഷം തന്നെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. നന്നായിട്ടുണ്ട് അഞ്ജു, എത്രയും പെട്ടെന്ന് സന്തോഷത്തോടുകൂടി പോയിട്ട് വാ എന്ന് പറയുന്നു. അങ്ങനെ ഓൾ ദി ബെസ്റ്റ് പറയുന്നുണ്ട്. അങ്ങനെ ശരത്തേട്ടനെ എനിക്ക് ഓൾ ദി ബെസ്റ്റ് ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേനും അങ്ങനെ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. ആ സമയത്ത് അഞ്ജുവിൻ്റെ കൈകൾ ശരത്തിൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് ശരത്ത് അവളുടെ കയ്യിൽ തന്നെ നോക്കി നിൽക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ശരത്തേട്ടൻ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ല അഞ്ജു. അത്രയും കാര്യമായിട്ട് തന്നെ എല്ലാവരുമായിട്ടുള്ളൊരു ബന്ധം ശരത്തേട്ടനുണ്ട്. അതുകൊണ്ടാണല്ലോ എത്രയും പെട്ടെന്ന് തന്നെ അഞ്ജു നിനക്കൊരു ജോലി കിട്ടിയത്. എന്തായാലും ഇതൊക്കെ ശരത്തേട്ടൻ്റെ ഒരു മിടുക്ക് തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതെനിക്കറിയാമല്ലോ, ശരത്തേട്ടന് ഒരുപാട് ബന്ധങ്ങളുണ്ടെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും കറക്റ്റ് ടൈമിൽ ഡെലിവറി കൊടുക്കാനും നല്ല രീതിക്ക് മുന്നോട്ട് പോകാനും ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് അഞ്ജു ശരത്തിനോടും ആരതിയോടും പറഞ്ഞിട്ട് ഇറങ്ങാനായിട്ട് നോക്കുന്നു കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.